ഒന്ന് നുള്ളടാ. സ്വപ്നമല്ല അല്ലേ? നീ കണ്ടാ അതുകൊണ്ട് ആര് തൂത്തോണ്ടിരിക്കണം നോക്ക്. അല്ലേ നമ്മുടെ ക്ലീറ്റ് അളിയാ തൂക്കണ അളിയാ. അല്ലടാ, തറയ്ക്ക് ചെറിയ ചൊറിച്ചില്ല, ഞാൻ മാന്തി കൊടുക്കണം. നിനക്ക് ചൊറിയണ? എനിക്ക് ചൊറിയണില്ല, ഞാൻ കുളിച്ചിട്ട് വന്ന്. അതുകൊണ്ട് എനിക്ക് ചൊറിയില്ല. അളിയ എന്ത് എത്രയും ചൊറിച്ചില്? അളിയ കുറച്ച് ദിവസം മുമ്പ് ഈ കിണറ്റിനകത്ത് ഇറങ്ങി കുളിച്ചില്ലേ അളിയ? എന്നിട്ടും ചൊറിച്ചില് മാറിയില്ലേ? എന്റെ ചൊറിച്ചിൽ മാറണമെങ്കിലേ ഇവിടുന്ന് കുറെ അലവലാദികളൊക്കെ ഇല്ലാതാവണം. അതെനിക്കറിയാം അളിയ. അത് അളിയന്റെ ആഗ്രഹം ഏതാണെന്ന് അറിയാം. എന്ത് പറ്റി? എന്ത് തങ്കത്തിന് സുഖമില്ലേ? ഈ തങ്കത്തിന്റെ സുഖം വരും നിരക്കാം. തങ്കത്തിന് ഒരുപാട് അസുഖം ഉണ്ടോ? എന്താ? അല്ല, തങ്കത്തിന് സുഖമില്ലായിരുന്നപ്പോൾ ഒരാളി ഇത് ചെയ്യൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഡേ നീ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കണ്ട. നീ പഞ്ചായത്തിലെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി കേട്ടോ. അല്ല, ഈ പഞ്ചായത്തിലല്ലേ ഈ വീട്, അപ്പൊ ഇതും കൂടെ അന്വേഷിക്കണ്ടേ? എന്നാ ഇവിടെ അന്വേഷിക്കണ്ട. ഇതിനെ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. ആണോ? ഒന്നുമില്ലെങ്കിൽ ഞാൻ കൊച്ചിലേ ജനിച്ച് കളിച്ച് വളർന്ന വീടല്ലേ അളിയ? ഓഹോ, അതൊക്കെ കൊച്ചിലെ. ഇപ്പൊ നീ കൊച്ചല്ല. അളിയ എന്താ നന്നാവാൻ തീരുമാനിച്ചത്? നന്നായി. ആ തങ്കത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് കഷ്ടം എനിക്ക്. ഏതെങ്കിലും നല്ല തറവാടിയെ കെട്ടി സുഖമായി ജീവിക്കണ്ടേ? ഇതിപ്പോ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയി. നീ തറവാടി എന്ന് ഉദ്ദേശിച്ച ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ തറവാടിത്തൊന്നും വിളമ്പാൻ എന്നെ കൊണ്ട് വേണ്ട. നീ തറയായി പോവും. അല്ലേ ഞാൻ കാണട്ടെ. ഞാൻ തൂത്തോളാം. നീ ചെല്ല്. അളിയാ, പിന്നെ ഒരു കാര്യം, നീ എന്തായിരുന്നാലും നന്നാവാൻ തീരുമാനിച്ചു. നമ്മളെ അവിടെ സാക്ഷരതാ ക്ലാസ് കിടക്കുന്നുണ്ട്. അവിടെ ഒന്നൊരു 4 അക്ഷരം കൂടെ പഠിക്കും. അപ്പോൾ കുറച്ച് വിവരമെങ്കിലും പറ്റും. ഡാ നിന്നെ പോലുള്ള അലവലാദികളോട് ഇടപെടാൻ എനിക്ക് ഇത്രയും വിവരം വിദ്യാഭ്യാസം മതി കേട്ടോ. ഇത് തന്നെ കൂടുതലാണ്. പോടാ. അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ അളിയാ ഈ ഇതായിട്ട് നടക്കില്ലേ? അത് രാഷ്ട്രീയക്കാരാണ് നടക്കില്ലേ? കള്ള രാഷ്ട്രീയക്കാർ. ഏതെങ്കിലും 2 പോസ്റ്റ് നേരെ എഴുതാൻ എനിക്കറിയാമോ? 10 വാരി എഴുതിയ 5 അക്ഷരം തെറ്റി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ എഴുത്തും പോസ്റ്റ് ഒട്ടിക്കലൊക്കെ നിർത്തി. പിന്നെ DTP ഇപ്പൊ DTP. എടാ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ അധികം നിന്ന് നിന്റെ കഷിന്റെ തലയിൽ വെയിൽ ഒളിക്കണ്ട. ചിലപ്പോൾ ഭ്രാന്ത് വരും. ഞാൻ വന്നതിന് ശേഷം എനിക്കല്ലേ അളിയാ ഭ്രാന്ത്? വേറെ കുറെ പേർക്ക് കൂടെ ഭ്രാന്തുള്ളത് തുടങ്ങി. എടുത്തോണ്ട് പോടാ. അളിയാ, ഒന്ന് ദൂരം അളിയാ. സൗകര്യടാ. ഞാൻ ഒന്ന് കാണട്ടെ അളിയാ. ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്ക് ഇടാ അളിയാ. ഡാടാ ചൊറിയാതെ എടുത്തിട്ട് പോടാ. പോടാ. ഇറങ്ങിക്കോളൂ വാർത്തമാരും. മനുഷ്യനെ സ്വസ്ഥമായിട്ടൊരു ജോലിയും ചെയ്യാൻ സമ്മതിക്കൂല. മിക്കവാറും യവന്റെ അന്തി എൻ്റെ കൈ ഉണ്ടായിരിക്കും. അമ്പിളിക്കൂട്ടാൻ. ഞാൻ ഇപ്പൊ എഴുതി. അമ്മ ഞാൻ ഇപ്പൊ എഴുതി തീരും ക്വസ്റ്റ്യൻ. രാവിലെ ഇറങ്ങിക്കോളെ. പാതാളത്തിലോട്ട് പോകണ വഴി ഏതെന്ന് തലയ്ക്ക് സുഖമില്ലാത്തതാണ്. അപ്പോൾ പുട്ടും കടലക്കറിയും മതിയല്ലോ. ചപ്പാത്തി ഉണ്ടാക്കാം നമുക്കിന്ന്. അതിന് നീ ഇവിടെ പോകണം. പരിപാടിയൊന്നും വേണ്ട. പൊന്നുകൊള്ളി പഠിക്കും. എന്റെ ചപ്പാത്തി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഇല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ഇച്ചിരി രുചി കുറഞ്ഞാലും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിച്ചാൽ മതി. ചപ്പാത്തി മുട്ടക്കറിയും മതിയല്ലോ. മതിയല്ലോ. ഞാനിത് പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തീരും. ഇപ്പൊ എഴുതി തീരും. ക്വസ്റ്റ്യൻ ചോദിക്കടി. പഠിച്ചു. അതാ കളിയല്ല കേട്ടല്ലോ. എഴുതിക്കോ. എഴുതുവാനൊന്നും പറ്റുമൊന്നുമില്ല എനിക്ക്. ഞാൻ പഠിച്ചിട്ടുണ്ടെന്നേ. അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പറ്റൂല. നമുക്ക് ബോധ്യമാവണം. ഞാൻ അതിന്റെ ആൻസർ അങ്ങോട്ട് കാണാതെ തല കയറൂല. ഇത് കാണാതെ ആൻസർ എഴുതിയാലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റൂ. ഞാൻ അങ്ങോട്ടൊന്ന് എഴുത്. ഇതൊക്കെ അടിച്ചു. മുട്ട നമ്മൾ അവിക്കാനായിട്ട് അതിലിടുമ്പോ എത്ര സമയം ഇട്ടേക്കണം? അല്ല കാണിക്കണ്ട, പറഞ്ഞാൽ മതി. എനിക്ക് ഓർമ്മയുണ്ട്. എത്ര സമയം? ഒരു 10-20 മിനിറ്റ്. ഈ മുട്ട കറക്കാൻ നേരത്ത് കറങ്ങിയ. ഹലോ മതി. അത് ശ്രദ്ധിക്കും. ഞാൻ നോക്കിക്കോളാം. പറഞ്ഞു കൊടുത്ത് എന്നെ പറഞ്ഞു. എഴുത്. അമ്മയ്ക്ക് അറിയാമെങ്കിൽ ഞാൻ തോറ്റു നോക്കിക്കോ. തോറ്റോ പോന്ന്. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ തങ്കം. മുട്ട 3 ഇരുന്നില്ല, അത് താഴെ വീണ് പൊട്ടിച്ചു. ഞാൻ മനപ്പൂർവ്വമല്ല, പാത്രം എടുത്തപ്പോൾ അറിയാതെ താഴെ വീണ് പൊട്ടി. നമുക്ക് ഉള്ളിക്കറി വെച്ചാൽ പോരെ? അല്ല, അത് മുട്ട ഇല്ലാതെ വെക്കാൻ എനിക്കറിയാം. അത് വേണ്ട. അല്ല, ഞാൻ പറഞ്ഞു തന്നിട്ട് പോരാന്നേ. അത് വേണ്ട. തക്കാളി കറി ഇച്ച് ഞാൻ മുട്ട കറി ഉണ്ടാകും. അതായാലും മതി. ഡാഡി അങ്ങോട്ട് മസാലക്ക് കൂടുതൽ ഇട്ടാണേ. അങ്ങോട്ട് അത് നോക്കണേ. അമ്മ എഴുതല്ലേ? അയ്യോ, അവിടെ ഈ ഇതിനകത്തുണ്ടല്ലോ. പഠിക്കണ്ട. ഒരു കയറെടുത്ത് ഇവിടെ കെട്ടി ഇവിടെ വെക്കാം. കഷ്ടപ്പെട്ട ഒരാളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വേക്കൻസി ഒപ്പിച്ചു വെച്ചേക്കാം. നീ പറഞ്ഞില്ലോ. ഞാൻ സഹിച്ചു. നിന്നെ വാശി പിടിപ്പിക്കരുത്. നിന്നെ 10ാം ക്ലാസ് പരീക്ഷ ഞാൻ അവിടെ വേണമെങ്കിൽ കൈക്കൂലെടുത്ത് ജയിപ്പിക്കും.
Sunny and